ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ചിപ്പിക്കൂൺ ഉപയോഗിച്ച് ഇന്നൊരു തോരനാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് ധന്യാസ് ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ചിപ്പിക്കൂൺ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു പാത്രത്തിൽ ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മുടെ ചിപ്പിക്കൂൺ അതിലോട്ട് മുക്കി വെക്കുന്നുണ്ട്. അധിക സമയം അതിലോട്ട് മുക്കി വയ്ക്കുന്നില്ല, വളരെ കുറച്ച് സമയം മാത്രമാണ് അത് മുക്കി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിപ്പിക്കൂണൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ വെള്ളം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധിക സമയം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം അതിങ്ങനെ വലിച്ചെടുക്കാനൊന്നും ഉള്ള സമയം ഇട്ട് കൊടുക്കുന്നില്ല, വളരെ കുറച്ച് സമയം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് എല്ലാ ചിപ്പിക്കൂണും അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കീറിയെടുത്താൽ മതി. ഇനി അതിലോട്ട് കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഒരു 10-20 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമുക്കൊരു അടിക്കട്ടിയുള്ള ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, ലേശം കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി 10-25 ഉണ്ട്, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം നല്ലപോലെ മൂത്ത് വഴന്നു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചെറുള്ളിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് പൊടിയുടെ പച്ചക്കുത്ത് മാറുന്നവർ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് എരിവ് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇതെല്ലാം നല്ലപോലെ ചേർത്ത് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിപ്പിക്കൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മസാലയോട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എല്ലാ ഭാഗത്തും ആവുന്നവർ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒരു മൂടിയെ വെച്ച് ഇത് മൂടി ആവിയിൽ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് ആ ചിപ്പിക്കൂൺ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ചിപ്പിക്കൂൺ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ചിപ്പിക്കൂൺ അത്യാവശ്യം നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് ലേശം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗരം മസാലയിൽ ഉണ്ടെങ്കിലും സെപ്പറേറ്റ് ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ ടേസ്റ്റ് കൂടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയായി നമ്മുടെ ചിപ്പിക്കൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.